പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു. സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. സിബിഐ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ സംഘടനകൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന് അതിക്രൂരമായ പീഡനമാണ് സഹപാഠികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മർദ്ദനത്തിനിരയായ സിദ്ധാർത്ഥനെ പിന്നീട് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതോടെയാണ് പ്രതിപക്ഷവും കുടുംബവും CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. സംഭവം നടന്ന് ഇത്രയധികം ദിവസമായിട്ടും നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന് CBI അന്വേഷണം സംബന്ധിച്ച് ഉറപ്പ് നൽകി. ഇതിന് പിന്നാലെ തന്നെ അന്വേഷണം CBIക്ക് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തനിക്ക് രാഷ്ട്രീയമില്ല, മകന് നീതി കിട്ടണം, അതുമാത്രമാണ് ആവശ്യമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു. സമ്മർദ്ദം എത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഡീലിനെതിരെയും കാന്തനാഥിനെതിരെയും അസിസ്റ്റന്റ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം, അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി. സർക്കാർ തീരുമാനം വന്നതിന് പിന്നാലെ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലെത്തി നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിൻ്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. പൂക്കോട് സംഭവത്തിൽ SFIക്കെതിരെ LDF യോഗത്തിലും വിമർശനം ഉയർന്നിരുന്നു. ഇതടക്കമുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് CBI അന്വേഷണം എന്ന തീരുമാനം കൈക്കൊണ്ടത്. ഏതായാലും സമരം അവസാനിപ്പിച്ചെങ്കിലും വിഷയം തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.